ഗൈസ്, ട്രാവൽ വിത്ത് ഓഫിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ETCയിലാണ് കേട്ടോ. ETC തൃക്കണ്ണമംഗൽ ETC. അത് കൊട്ടാരക്കരയുള്ള ആളുകൾക്കൊക്കെ അറിയായിരിക്കും. എൻ്റെ നാട് കൊട്ടാരക്കരയാണ്. അപ്പം ഞങ്ങൾ ഒരു കനാലിൽ വന്നതാണ്, പഴയ കുളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരു മെമ്മറീസിൻ്റെ ഭാഗമായിട്ട് ചുമ്മാ കറങ്ങടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കുറച്ച് ഗവൺമെൻറ്റിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ? സംസ്ഥാന വിത്ത് വിതരണ കേന്ദ്രം. സംസ്ഥാന വിത്ത് വിതരണ കേന്ദ്രമാണ് കേട്ടോ അത്. സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്ത് നിന്നാണോ എല്ലാവർക്കും വിത്ത് പോകുന്നത്? അല്ലല്ലോ. വിത്ത് വിതരണ മേഖലയാണിത്. ക്യാൻറ്റീനുണ്ട്, ETC ക്യാൻറ്റീനാണ്. ഇതൊക്കെ എന്തോടാ? ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വികസന പരിശീലന കേന്ദ്രം അല്ലേ? ഓ ഐ സി. ആ പോകുന്ന വഴിയൊക്കെ നോക്കിയേ, ഒരു കാടിൽ കയറി ഫീലാണ് കേട്ടോ. അടിപൊളിയാണ്. ഇതെന്ത് പോസ്റ്റ് ഓഫീസോ? കുറവുന്ന രണ്ടാൾക്കാർ. ഇത് പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. അത് എന്തിനാണ് ഈ കാട്ടിടയ്ക്ക് കൊണ്ട് പോസ്റ്റ് ഓഫീസ് വെച്ചേക്കുന്നത്? ഇവിടെ ആര് വന്ന് കത്തിടാനാ? ഇവിടുത്തെ ഈ അകത്തുള്ള ആളുകൾക്ക് കത്ത് കൊടുക്കാനാണ്. IHRD. ഇത് IHRD കോളേജ് ഉണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ. IHRD കോളേജ് നീ ഇതുവരെ കണ്ടിട്ടില്ലയോ? IHRD കോളേജ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കോളേജ് ഓണാവധിക്ക് കൂട്ടിയിട്ടില്ലെന്ന് തോന്നി ഇവനെ. വിഷമിച്ച് പോകുന്നു പാവം. ഇത് ഗ്രൗണ്ടാണ് കേട്ടോ. അതായത് കോളേജ് ഗ്രൗണ്ട് ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനും ടൂർണമെൻറ്റിനൊക്കെ ഇവിടെ വരുന്ന കളിക്കുന്ന സ്ഥലമാണ് IHRD കോളേജ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് IHRD കോളേജിലോട്ട് വരുന്നത്. ഓക്കെ, ASF ആണ് ഇവിടെ ഭരിക്കുന്നതെന്ന് തോന്നുന്നല്ലോ. നമ്മളൊരു പാർട്ടിയിലും ഇല്ല കേട്ടോ. ചേച്ചിക്ക് എങ്ങോട്ടാ പോകണ്ടേ? അല്ലാഹുമ്മ ലക സന്തു അബീക്കാമെന്ന് ഇവിടെ നിൽക്കുകയോ വണ്ടി വരുന്നു. ഓക്കെ, ഇതെന്തോ ഇവൻ്റെ വണ്ടി ഒന്നും ഇങ്ങനെ 23 BH 99937. അതെന്തോ അങ്ങനെ? അതെന്ത് അല്ല, നമ്മുടെയൊക്കെ KL 24 അല്ലയോ? അല്ല KL 2 ഇല്ലേ? അപ്പം അങ്ങനെ കോളേജ് ഉണ്ടല്ലോ. ഇനി കണ്ടില്ല എന്ന് പറയില്ല കേട്ടോ. IHRD കോളേജാണ്. പോളിടെക്നിക് കോളേജാണോടാ? എഞ്ചിനീയറിംഗ് അല്ലയോ? എഞ്ചിനീയറിംഗ്. അതാണ് ഇവിടെ ഉണ്ട്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര, IHRD ഗവൺമെന്റ് ഓഫ് കേരള. അതാണ് കേട്ടോ. പഠിക്കൂ, പോരാടുക. അത് പോരാട്ടം അത്യാവശ്യത്തിന് മതി, പഠനമാണ് വേണ്ടത്. ഓക്കെ, പാർട്ടി കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് പാർട്ടിയൊക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ. നമുക്കൊരു നിലപാടെല്ലാം ഉണ്ടായിരിക്കണം. പക്ഷേ അടി വെട്ട് കുത്ത് അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ പോയി ചെന്ന് പെട്ട് വീണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാതാപിതാക്കൾ ലാസ്റ്റ് വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷൻസൊക്കെ വരും. ഓക്കെ എന്തായാലും ഇപ്പം മരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കാർക്ക് എന്തുവാ, നമ്മളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും, പക്ഷെ നമ്മുടെ വീട്ടുകാർക്ക് ഒരു ഗുണം ഉണ്ടാകത്തില്ല. അപ്പോൾ അതെല്ലാവരും ആലോചിക്കണം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാർട്ടിയുടെ കൊടികൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അതായത് ഇതിനെപ്പറ്റിയൊന്നും ഞാൻ സംസാരിക്കാത്ത ആളാണ്. പോസ്റ്റ് ഓഫീസിൽ കത്തൊക്കെ വീഴുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാന്ന് തോന്നുന്നു അവിടെ രണ്ടാൾക്കാരും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഏരിയ. ഇതൊരു ജംഗ്ഷൻ പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. കാരണം ഇവിടുന്ന് വന്നിട്ടാണ് 4 റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്. 3 ഉള്ളല്ലയോ? 4 തിരിയുന്നില്ല. ഓക്കെ, പണ്ടൊക്കെ ഇവിടെ മറ്റേ ഓടിട്ട കെട്ടിടങ്ങളായിരുന്നു. അപ്പോൾ ഇതിങ്ങനായി. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്തോ, നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം.